മോഷണം ഒരു കലയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും 10 മത്സരാർത്ഥികൾ അവിടെ ഇരിക്കുമ്പം അവരുടെ മുന്നിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് നിസാര സംഭവമല്ലല്ലേ. ഒരു പഠിച്ച കള്ളന് മാത്രമേ ഇത് നടക്കത്തുള്ളൂ എന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം നെവിന് അനുമോള് നിരത്തി വെച്ചിരിക്കുന്ന 25ഓളം പാവകൾ അതിൻ്റെ മുമ്പിൽ വന്ന് കാലുകൊണ്ട് ഒരെണ്ണം തോണ്ടിക്കൊണ്ട് പോകുന്നതാണ് കാണുന്നത്. മത്സരാർത്ഥികളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. മോഷണം ഒരു കലയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ മോഷ്ടിക്കാൻ അറിയാവുന്നവർ ചെയ്താൽ മാത്രമേ ഇത് പിടിക്കപ്പെടാതിരിക്കത്തുള്ളൂ കേട്ടോ. ഒറ്റ മനുഷ്യർ തിരിച്ചറിഞ്ഞില്ല, എന്തിന് അനി പോലും. അവസാനം ബിഗ് ബോസിൻ്റെ ക്യാമറ കണ്ണുകൾ ഇത് ഒപ്പിയെടുക്കുന്നുണ്ടെങ്കിലും എണ്ണം പറഞ്ഞപ്പം ഇതും കൂടെ കൂട്ടിയാണ് നെവിൻ തൻ്റെ പാവകളുടെ എണ്ണം പറഞ്ഞത്. എന്തോ ബിഗ് ബോസ് ഒരക്ഷരം മിണ്ടിയില്ല. ഇത് ലാലേട്ടന് വേണ്ടി നീക്കി വെച്ചേക്കുന്ന ഒരു സദ്യയാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ലാലേട്ടൻ വരുമ്പം ഇത് ചോദിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആ എപ്പിസോഡിൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. ഏതായാലും അനുമോൾ പറയുന്നത് പോലെ വയറാണ് നെവിൻ്റെ മുഖ്യം. കാരണം ബിഗ് ബോസിൽ വെച്ച് പല മോഷണങ്ങളും നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ മോഷണം കണ്ട ഒരു സീസണാണിത്. പ്രത്യേകിച്ച് നെവിനാണല്ലോ മോഷണത്തിൻ്റെ എല്ലാ അത്താണി. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നെവിൻ കിച്ചണിൽ കയറി എന്തൊക്കെ സാധനങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവിടെ പലരും ക്ഷീണിച്ചപ്പോൾ നെവിൻ മാത്രം നന്നായിരിക്കുന്നത്. വയറാണ് മുഖ്യം.